ഡാർക്ക് സൈക്കോളജിയെപ്പറ്റി പലരും വെളിപ്പെടുത്താറില്ല. കാരണം അവർക്ക് പിന്നീട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയാതെ വരും. ദൈനംദിനം പലരും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? വലിയ വലിയ കമ്പനികളും പൊളിറ്റീഷ്യൻസും സെയിൽസ്മാൻമാരുമൊക്കെ അവരുടെ ലാഭത്തിനു വേണ്ടി ഡാർക്ക് സൈക്കോളജി വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡാർക്ക് സൈക്കോളജി ഉപയോഗിച്ചുകൊണ്ട് ആരും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമ്പർ 1, ഗ്യാസ് ലൈറ്റിംഗ്. ഒരു വ്യക്തി അവരുടെ വിവേകം, ഓർമ്മകൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ധാരണ എന്നിവയെ ചോദ്യം ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന മാനസിക ദുരുപയോഗത്തിന്റെ ഒരു രൂപമാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് അനുഭവപ്പെടുന്ന ഒരാൾക്ക് ആശയക്കുഴപ്പം, ഉത്കണ്ഠ അല്ലെങ്കിൽ സ്വയം വിശ്വസിക്കാൻ കഴിയാതെ വരിക എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതായത് നിങ്ങളുടെ എതിരെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ മെമ്മറിയോട് ഗെയിം നടത്തി നിങ്ങൾക്കുള്ളിലൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ആരോടെങ്കിലും വഴക്കിട്ടു എന്ന് കരുതുക. എന്നിട്ട് നിങ്ങളത് മറ്റൊരാളോട് പറയുകയാണ്. അതെൻ്റെ ഭാഗത്തെ തെറ്റാണോ അതോ അയാളുടെ ഭാഗത്തെ തെറ്റായിരുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തെ തെറ്റാണ്, നീ തന്നെയാണ് തെറ്റുകാരൻ എന്നയാൾ നിങ്ങളെ തോന്നിപ്പിച്ചാൽ നിങ്ങൾക്കവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് അയാൾ അവിടെ ചലഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ പിന്നെ അതിനെ തെറ്റായി ചിന്തിച്ച് വീണ്ടും തെറ്റുകളിലേക്ക് തന്നെ പോകും. പല രീതിയിലും നിങ്ങളെ ഇത്തരത്തിൽ ആശയക്കുഴപ്പത്തിലാക്കുന്ന ആൾക്കാരിൽ നിന്നും മാക്സിമം വിട്ടുനിൽക്കണം. നമ്പർ 2, ഫിയർ മോങ്കറിങ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ വീട് നിറയെ കൃമികളാണ്, നിങ്ങളുടെ ടോയ്ലറ്റിൻ്റെ പരിസരത്തൊക്കെ മൊത്തം കൃമികളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 99.5% കൃമികളും നശിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങളൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ. ഒരു കുട്ടി ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ നിന്നും അത് താഴെ വീഴും. ആ കുട്ടി വീണ്ടും ആ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാൻ നേരത്ത് അതിലൊരുപാട് കൃമികളുള്ളതായിട്ട് കാണിക്കും. ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും നമ്മുടെ വീട് നിറയെ കൃമികളാണെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലിക്വിഡ് വാങ്ങണം എന്ന് നിങ്ങൾ തീരുമാനിക്കും. അവർ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭയം കാരണമാണ് നിങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങാൻ നിർബന്ധിതരാകുന്നത്. ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നവർ ഒരു വിധത്തിലുള്ള ഭയം മറ്റുള്ളവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനോട് ഇനി നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഭയപ്പെടുത്താറുണ്ട്. ഇതിവിടെ മാത്രമല്ല, റിലേഷൻഷിപ്പിലും രാഷ്ട്രീയത്തിലുമൊക്കെ ഈ ട്രിക്ക് ധാരാളം പേർ യൂസ് ചെയ്ത് ആൾക്കാരെ ഭയപ്പെടുത്തുന്നുണ്ട്. അവരെങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലൊരു സർവൈവൽ മോഡ് ആക്റ്റീവ് ആകുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടേണ്ടത് ഉണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. നമ്പർ 3, ലവ് ബോംബിംഗ്. ഈ ട്രിക്ക് കൂടുതലും റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 2 വ്യക്തികളിൽ ഒരാൾ എപ്പോഴും അമിതമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചിലപ്പോൾ സമ്മാനങ്ങളൊക്കെ നൽകുകയും ചെയ്യും. അതുമാത്രമല്ല, പലപ്പോഴും അമിതമായിട്ടുള്ള മുഖസ്തുതിയും പ്രശംസയുമൊക്കെ നൽകും. ഒരുപാട് സമയം അവരോടൊപ്പം കമ്മ്യൂണിക്കേഷൻ ചെയ്യും. ഭാവിയെക്കുറിച്ചിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ നടത്തും. അങ്ങനെ മറ്റേയാൾക്ക് അവിടെ ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടാം. എന്നാൽ ആ വ്യക്തി പിന്നീട് മറ്റേ വ്യക്തിയുടെ നിയന്ത്രണത്തിൽ ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളെയും അവർ നിയന്ത്രിക്കാൻ തുടങ്ങും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ എതിർക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യും. പിന്നീട് ആ വ്യക്തി പറയുന്ന പല കാര്യങ്ങളും ഇവർ ചെയ്യാൻ നിർബന്ധിതരായി മാറും. അങ്ങനെയാണവർ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് ഓവറായിട്ട് സീറ്റായിട്ട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ 4, സോഷ്യൽ പ്രൂഫിംഗ്. നമുക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാം ഒരു വിഷയം വളരെ നല്ലതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലും ഉണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ 5 സുഹൃത്തുക്കൾ തിയേറ്ററിൽ ഏതെങ്കിലും ഒരു സിനിമ കാണാൻ പോവുകയാണെന്ന് കരുതുക. 2 പേർ പറയുകയാണ് നമുക്ക് പ്രേമലു കാണാൻ പോകാം. അപ്പോൾ മറ്റുള്ള 3 പേർ പറയുകയാണ് നമുക്ക് മഞ്ഞുമ്മൽ ബോയ്സ് കാണാൻ പോകാം. അപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് മഞ്ഞുമ്മൽ ബോയ്സ് ആയതുകൊണ്ട് തന്നെ അവർ ആ സിനിമ കാണാനായിരിക്കും ചിലപ്പോൾ തീരുമാനിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സോഷ്യൽ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. ഇതൊരു നല്ല കാര്യം തന്നെയാണ്, ഇതൊരു മോശം കാര്യമല്ല. എന്നാൽ ഇത് വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കും. നമ്മൾ പലപ്പോഴും ചില കടകളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ചില അംഗീകാരങ്ങളോ അവാർഡുകളോ ഒക്കെ അവിടെ ഷോക്കേസിൽ വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അവിടെ നല്ല ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകളാണ് വിൽക്കുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേസമയം സോഷ്യൽ പ്രൂഫ് ഒരാൾക്ക് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, തിയേറ്ററിൽ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ നായകനെ ഇഷ്ടപ്പെടുന്ന ഫാൻസ് ഒരുപാട് പേരുണ്ടാകാം. അതിൽ ചിലർ ഫേക്കായിട്ട് ഈ ചിത്രം വളരെ നല്ല സിനിമയാണ്, നിങ്ങളിത് തിയേറ്ററിൽ പോയി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഫേക്ക് റിവ്യൂസൊക്കെ പോസ്റ്റ് ചെയ്യാം. തിയേറ്റർ ഓഡിയൻസ് റെസ്പോണ്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള റിവ്യൂ ഒക്കെ പോലെ തന്നെ അവരിത് ക്രിയേറ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ധാരാളം നല്ല റിവ്യൂസ് കാണുമ്പോൾ ആ ചിത്രം ഒരുപക്ഷെ നല്ല സിനിമ അല്ലെങ്കിൽ കൂടി അതൊരു നല്ല ചിത്രമായിരിക്കും എന്ന് കരുതി നമ്മൾ പലപ്പോഴും അത് കാണാൻ പോകാറുണ്ട്. ഇതെല്ലാം ഇത്തരം ഡാർക്ക് സൈക്കോളജിയുടെ ഫലമായിട്ടുണ്ടാകുന്നവയാണ്. നമ്പർ 5, ആംപ്ലിഫയിങ് പ്രോബ്ലം. ഈ ടെക്നിക്കും ധാരാളമായിട്ട് റിലേഷൻഷിപ്പിലാണ് യൂസ് ചെയ്യുന്നത്.
റിലേഷൻഷിപ്പിൽ മറ്റേയാളെ ഒരുപാട് ഹെർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ ഹസ്ബൻഡും വൈഫും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ മൂന്നാമതൊരു വ്യക്തി തലയിടാൻ സാധ്യതയുണ്ട്. ഹസ്ബൻഡിനെയും വൈഫിനെയും വിളിച്ചിരുത്തിയിട്ട് എന്താണ് നിങ്ങൾക്കിടയിൽ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും മാറി മാറി ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ പ്രശ്നം സോൾവ് ചെയ്യാൻ വന്ന ആൾ പറയും, ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ധാരാളം പേരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു പ്രശ്നമേ അല്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരെ വെറുതെ ഊതി വലുതാക്കി വലിയ കാര്യങ്ങളാക്കി പലരും ഇന്ന് മാറ്റുന്നുണ്ട്. പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്. ചിലപ്പോൾ ഒരാൾ മറ്റേയാളെ ഹർട്ട് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ടോ ആയിരിക്കും അത് പലപ്പോഴും സംഭവിക്കാറുള്ളത്. ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊരാളുടെ ലൈഫിൽ വളരെയധികം സംഭവിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഡാർക്ക് സൈക്കോളജി യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ബോണസ് വേഴ്സ് ഫ്രീ. ഒരു എക്സ്പെരിമെന്റിൽ 2 കടകളെടുത്തു. ഈ 2 കടകളിലും ഒരു പ്രോഡക്റ്റിനോടൊപ്പം ഒരു ബ്രേസ്ലെറ്റ് സൗജന്യമായി നൽകി. അവരത് പരസ്യം ചെയ്തത് ഇങ്ങനെയാണ്: ആദ്യത്തെ കടയിൽ ഒരു സോപ്പ് വാങ്ങിയാൽ ഒരു ബ്രേസ്ലെറ്റ് ഫ്രീ എന്നാണ് കൊടുത്തിരുന്നത്. അതേസമയം മറ്റൊരു കടയിൽ ഇതേ സോപ്പ് തന്നെ വാങ്ങിയാൽ 100 രൂപ വിലയുള്ള ഒരു ബ്രേസ്ലെറ്റ് ഫ്രീ എന്നാണ് നൽകിയിരുന്നത്. ഏറ്റവും കൂടുതൽ പേര് വാങ്ങിയത് സോപ്പിനൊപ്പം 100 രൂപ വിലയുള്ള ബ്രേസ്ലെറ്റ് ഫ്രീ എന്ന ഓഫർ കൊടുത്തിരുന്ന ഷോപ്പിൽ നിന്നാണ്. അതേസമയം 2 ബ്രേസ്ലെറ്റുകൾക്കും ഒരേ റേറ്റ് ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പേർ കരുതിയിരുന്നത് ഒരുപക്ഷെ ഇവിടെ അതിൻ്റെ റേറ്റ് 100 രൂപ എന്ന് കൊടുത്തിരുന്നത് കൊണ്ട് തന്നെ ഈ സോപ്പിനൊപ്പം 100 രൂപ മൂല്യമുള്ള ഒരു പ്രോഡക്റ്റാണ് അവർക്ക് സൗജന്യമായി കിട്ടുന്നത് എന്നാണ്. ആദ്യ ഷോപ്പിലുള്ളവർ കരുതിയിരുന്നത് സോപ്പിനൊപ്പം ഒരു ബ്രേസ്ലെറ്റ്, അത് ചീപ്പായിരിക്കും, ഒരു ബ്രേസ്ലെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സോപ്പ് വാങ്ങണോ എന്നാണ്. അവിടെയാണ് അതിൻ്റെ ഡാർക്ക് സൈക്കോളജി വരുന്നത്. അതായത് ഒരു പ്രോഡക്റ്റ് അവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ നമ്മുടെ മൈൻഡ് ട്രാപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് പല ബിസിനസ്സുകാരും നിങ്ങളുടെ മൈൻഡ് ട്രാപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ഡാർക്ക് സൈക്കോളജി അവിടെ ഉപയോഗിക്കുന്നതും അവരുടെ ബിസിനസ് നടത്തുന്നതും. നമ്മുടെ മൈൻഡിനെ ട്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടി പല ടെക്നിക്കുകളും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നിങ്ങളൊരു യൂസ്ഡ് കാർ വാങ്ങാൻ പോവുകയാണെന്ന് കരുതുക. അവിടെ ഡീലറോട് നിങ്ങളൊരു മോഡൽ പറയുമ്പോൾ അയാൾ ഒരു കാർ നിങ്ങളെ കാണിക്കും. അതിനുശേഷം ആ കാറിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ അവർ നിങ്ങളെ കാണിച്ചു തരും. എവിടെയെങ്കിലും സ്ക്രാച്ച് ആയിട്ടുണ്ടോ, തട്ടലോ മുട്ടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർ ആദ്യം തന്നെ നിങ്ങളെ കാണിച്ച് അതിൻ്റെ കുറവുകളെല്ലാം നിങ്ങളോട് പറയും. അങ്ങനെ അതിനുള്ള എല്ലാ പ്രശ്നങ്ങളും അവർ ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പിന്നീട് നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് പലരും എല്ലാത്തിൻ്റെയും കുറവുകൾ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത്. ചിലർ അവരുടെ റിലേഷൻഷിപ്പിലും ഈ ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്. അവരുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ആദ്യം തന്നെ അവരങ്ങോട്ട് പറയും. അവരത് ആദ്യം തന്നെ നിങ്ങളോട് തുറന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ നിങ്ങൾ സീരിയസ് ആക്കി എടുക്കില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.